നെക്സ്റ്റ് ഡ്രോയിങ്സ് വിഡ്രോ നടത്തുന്നത് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ചെയ്യുന്നത് മിഡിൽ ഓഫ് ദ മന്താണ് ഇക്വേഷൻ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6/12. ദെൻ എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 5.5/12. കുട്ടികൾ ഇതിൽ ഈ റേറ്റുകൾ മാത്രം നോക്കിയാൽ മതി. ബിഗിനിങ് ആണ് 6.5/12, മിഡിൽ 6/12 ആൻഡ് എൻഡ് 5.5/12. അതിൽ ശ്രദ്ധിക്കുക ടോട്ടൽ ഡ്രോയിങ്സ് പറയുന്നത് ഡ്രോയിങ്സ് പെർ മന്ത് ഇൻറ്റു 12. ദെൻ നെക്സ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് കാൽക്കുലേഷൻ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് എമൗണ്ടുകൾ ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ വിഡ്രോൺ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പോഴാണ് പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ വന്നാൽ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ദെൻ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻട്രസ്റ്റ് ഓൺ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണോ നോക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റലിനാണ് എപ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തരുന്ന ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ്ലി ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമ്മളൊരു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷനെ വേണം പ്രിപ്പയർ ചെയ്യാം. അത് ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ DR, CR, ദെൻ ഹെഡിങ്. ദെൻ ഇതിൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം, ആ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ഫസ്റ്റ് നോട്ട് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ നോട്ട് ചെയ്യണം, നെറ്റ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് പിന്നെ ഇവിടെ വരുന്ന ഒരു ഐറ്റം പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും ഡ്രോയിങ്സ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എടുക്കാൻ പാടില്ല. നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസുകളുണ്ടാവും, ഡ്രോയിങ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ്ലി നമ്മളതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽസിനെ അവോയ്ഡ് ചെയ്യുക, എടുക്കാൻ പാടില്ല. ദെൻ ഡ്രോയിങ്സ് എടുക്കാൻ പാടില്ല. മീൻസ് നോക്കേണ്ടത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. നെറ്റ് പ്രോഫിറ്റ് ആണ് ആ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നോട്ട് ചെയ്യുക, ദെൻ ലോസ് ആണ് ഡെബിറ്റ് സൈഡിലേക്ക് നോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈ സൈഡിൽ വരുന്ന ഐറ്റംസുകളിൽ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് മാത്രമായിരിക്കും. ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ നോട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യുമ്പോൾ ഫേമിൻ്റെ എക്സ്പെൻസ് നോട്ട് ചെയ്യുക, ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ എക്സെട്ര. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഈ തരുന്ന ഐറ്റംസ് ഇപ്പോൾ സാലറി പെർ മന്ത് ആണെങ്കിൽ ഇൻറ്റു 12 ചെയ്ത് തന്നെ പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ അതിൻ്റെ ഡിഫറൻസ് കിട്ടും, ആ എമൗണ്ട് പാർട്ട്നേഴ്സിനോടെ ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരം ക്വസ്റ്റൻ ആണത്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ വി ഓപ്പൺ ഓൺലി 1 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് അൺലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഓർ വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മിക്കവാറും കോൺസ്റ്റന്റ് ആയിരിക്കും പ്രൊവൈഡഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ വിഡ്രോവൽ ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ റിമെയിൻസ് ചേഞ്ചസ്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതിൽ A and B are partners sharing profit ratio 3:2. 2 പാർട്ട്നേഴ്സ് ഉണ്ട്, റേഷ്യോ 3:2 ആണ്. ദെൻ A വിഡ്രോസ് ദ ഫോളോവിങ് എമൗണ്ട്സ്, അതായത് A ഇത്ര എമൗണ്ടുകൾ വിഡ്രോൺ ചെയ്യുന്നുണ്ട്. നമുക്കതിന് ഡേറ്റ് തന്നിട്ടുണ്ട്, പല ഡേറ്റുകളാണ്, പല എമൗണ്ടുകളാണ്. ഇപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്നത് April 1, 2016 ആണ്. വിഡ്രോൺ ചെയ്യുന്ന എമൗണ്ട് 16,000 രൂപയുണ്ട്. June 30 വിഡ്രോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഡേറ്റുകളിൽ പല എമൗണ്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കേണ്ട മെത്തേഡാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ അതിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റേറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 7% ആണ്. അതുപോലെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് March 31, 2017 അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അപ്പോൾ ഡിഫറെൻറ്റ് എമൗണ്ട് വിഡ്രോൺ ചെയ്യുന്നു, ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെല്ലിൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റേറ്റ് 7%, ദെൻ അക്കൗണ്ടിങ് ഇയർ എൻഡ്സ് ഓൺ March 31, 2017. അപ്പോൾ ഇത് കുട്ടികൾ ചെയ്യേണ്ടത് നമ്മളിവിടെ നോക്കാം. ഫസ്റ്റ് ഡേ ഈ ഫോർമാറ്റ് കൊടുക്കുക, ഡേറ്റ്, എമൗണ്ട്, ടൈം പീരീഡ്. നമുക്കിതിൽ ഡേറ്റ് ഫസ്റ്റ് ഡേറ്റ് April 1, 2016 ആണ്. എമൗണ്ട് 16,000 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം എന്നാണ് അക്കൗണ്ടിങ് എൻഡിങ് നോക്കണം. അപ്പോൾ നിങ്ങൾ ഡേറ്റ് March 31 ആണ്. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യണം. April 1 തുടങ്ങിയിട്ട് April ബിഗിനിങ് കൊണ്ട് April കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ April 1 തുടങ്ങിയിട്ട് March 31 വരെ കൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അവിടെ 12 മന്ത് വരും. അപ്പോൾ ആ 12 ടൈം പീരീഡിൽ 12 മന്ത് നോട്ട് ചെയ്യുക. ടൈം പീരീഡ് 12 മന്ത്. ദെൻ ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 16,000 ഇൻറ്റു 12 ദാറ്റ്സ് ഈക്വൽ ടു 1,92,000. 16,000 ഇൻറ്റു 12. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ June 30 എന്ന് പറയുമ്പോൾ ജൂൺ മാസം എടുക്കാൻ പാടില്ല, ഒരു മന്തിൻ്റെ എൻഡ് പറഞ്ഞാൽ
ജൂലൈ തുടങ്ങി കൗണ്ട് ചെയ്യുക. ജൂലൈ ടു മാർച്ച് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു 9 month ഡ്യൂറേഷൻ വരുന്നുണ്ട്. സോ 9 into 15,000 ദാറ്റ്സ് ഈക്വൽ ടു 1,35,000 വരുന്നുണ്ട് ഇവിടെ. നെക്സ്റ്റ് ഒക്ടോബർ 31, ഒക്ടോബർ എക്സ്ക്ലൂഡ് ചെയ്യുക. നവംബർ, ഡിസംബർ തുടങ്ങി മാർച്ച് വരെയും കൗണ്ട് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 5 month ഡ്യൂറേഷൻ. സോ 5 ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 50,000. ദെൻ നെക്സ്റ്റ് ഡിസംബർ 31 ദാറ്റ് മീൻസ് എക്സ്ക്ലൂഡ് ചെയ്യുക. ജനുവരി സ്റ്റാർട്ട് ചെയ്യുക. 3 month ഡ്യൂറേഷൻ. ദെൻ ഈക്വൽ ടു 42,000. ആൻഡ് ലാസ്റ്റ് വൺ മാർച്ച് 1 ആണ്. അപ്പോൾ നമുക്ക് ഒരു മാസമുണ്ട്. സോ ദാറ്റ് ഈസ് 1 month. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 11,000. ദെൻ ടോട്ടൽ ദിസ് is total equal to 4,30,000. This is known as a total product. Then next equation apply. Equation equal to total product into rate, that's equal to 7% into 1/12. That's equal to 4,30,000 into 7/100 into 1/12. That's equal to rupees 2,508. This is known as a product method interest on drawings.